അഞ്ച് കാര്യം നമ്മൾ പെർഫെക്റ്റ് ഓക്കെയാ. പക്ഷെ ആറാമത്തെ കാര്യം നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാ. ഇന്ന് എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്റെ പെങ്ങന്മാരെ ഇറങ്ങി ഓടുകയാണ് മന്ത്രവാദികളുടെ അടുത്തേക്ക്. ഏതെങ്കിലും മൂലയിൽ മുറുക്കാൻ ചവച്ചിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരെ പട്ടുവസ്ത്രവും ധരിച്ചിട്ടോ കറുത്ത കുപ്പായവും ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വീടുകളുടെ മൂലകളിൽ ഇരിക്കുമ്പോ ആ ഉമ്മാമാരെ കാണാ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളുടെ മുന്നിലേക്ക് പോയിട്ടോ വേദനകളോ പറയുന്ന പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ചിന്തിച്ചു കൊള്ളുക. നിനക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങൂല പൊന്നുപോലെ, അത് നിന്നെയും കൊണ്ടേ പോവുകയുള്ളൂ. കാരണം നിനക്ക് വരുന്ന നന്മ അല്ലാഹുവിൽ നിന്നാണോ, നിനക്ക് വരുന്ന തിന്മയും അല്ലാഹുവിൽ നിന്നാണോ എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുമ്പോഴാണ് നീ ഒരു മുസ്ലിം ആവുക. അല്ലാതെ ഒരു വേദന വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ആരോ എനിക്കെതിരെ എന്തൊക്കെയോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, എന്നെ നശിപ്പിക്കാൻ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും മന്ത്രവാദികളുടെ മുന്നിലേക്ക് പോയ ജീവിതം ഹോമിക്കപ്പെടുന്നവരെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിൽ ചതിക്കുടിയിൽ വീഴുന്നത് മുസ്ലിം പെണ്ണുങ്ങളാ. മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം ആണുങ്ങളും അതിന്റെ അകത്ത് വീണു പോകുന്നു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതമാ. വിദ്യാഭ്യാസമുള്ളവര് പോലും ഇതിന്റെ അകത്ത് വീണു പോകുന്നു. ഒന്ന് മോനെ, നല്ല മന്ത്രവാദമുണ്ട്, മന്ത്രവാദമല്ല, അത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാമോ, കുഴപ്പമില്ല. പക്ഷേ ഒരു വകത്ത് പോലും നിസ്കരിക്കാറ്, ഖുർആൻ ഓതാറ്, എന്തിനേറെ പരിശുദ്ധമായ ദീനിന്റെ ഉലൂമുകൾ പോലും അറിയാതെ ഏതെങ്കിലും മൂലയിരുന്ന് എവിടത്തെയോ സിദ്ധ്യങ്ങൾ കിട്ടിയ പോയവരെ പടച്ചവനെ വലിയ ഔലിയാക്കളായി കണ്ടുകൊണ്ട് ഇന്നത്തെ താത്തമാര് ഓടുകയല്ലേ. വേണ്ട മുസ്ലിമേ, വേണ്ട വേണ്ട. നിനക്ക് വന്ന പ്രയാസവും നിനക്ക് തന്ന സങ്കടവും നിനക്ക് വന്ന പ്രശ്നങ്ങളുമെല്ലാം അല്ലാഹു തആല നിനക്ക് തന്നതാണോ? അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ തന്നതാണോ? നിനക്കൊരു നല്ല കാലം വരാനുണ്ട് മോനെ. ഇന്ന് നിനക്ക് രോഗമാണെങ്കിലോ, ഇന്ന് നിനക്ക് വേദനയാണെങ്കിലോ, ഇന്ന് നിനക്ക് പ്രയാസമാണെങ്കിലോ എന്തോ ഒരു നല്ലത് വരുന്നതിന്റെ തുടക്കമാണതോ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതോ, ഓതി നോക്കടോ വിശുദ്ധ ഖുർആൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസമുണ്ടെങ്കിൽ ഒരു എളുപ്പമുണ്ടോ, ഒരു എളുപ്പമുണ്ടെങ്കിൽ ഒരു പ്രയാസമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. എന്തേ അങ്ങനെ ചിന്തിക്കാത്തത്? എന്നും നിനക്ക് സന്തോഷം മതിയോ, എന്നും നിനക്ക് സമാധാനം മതിയോ, എന്നും നിനക്ക് സുഖം മതിയോ? പൊന്നുമോനെ, പൊന്നുമോളെ, അതുകൊണ്ട് നിനക്ക് വരുന്ന വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് അചഞ്ചലമായി വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ലൊരു മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയാ. അല്ലാഹുവേ, ഇന്ന് നമ്മുടെ വിശ്വാസം, ഇന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോകണം, മുസ്ലിം സമുദായത്തെ ഈ സമുദായം തന്നെ നശിപ്പിക്കുന്നു. എനിക്കറിയാം, ഇതിനെതിരെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. മന്ത്രവാദം, എന്തൊരു മന്ത്രവാദം എനിക്കറിയില്ല. ഇന്നിപ്പോ പോലീസ് പിടിക്കുക ഓരോ സ്ഥലങ്ങളിൽ പോയി, അപ്പോഴേ അറിയുന്നത് ഇതിന്റെ ഉത്ഭവം. ഏറ്റവും കൂടുതൽ താത്താമാർക്ക് വേറെ ചോരപ്പും വേറെ പണിയൊന്നുമില്ല സഹോദരിമാരെ. എനിക്കറിയാമല്ലേ ചോദിക്കാം, ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ നല്ല ചികിത്സ, നല്ല ഉസ്താദുമാരുണ്ട്, ഞാൻ അവരൊന്നും പറയുന്നില്ല, നല്ല ഉസ്താദുമാരുണ്ട്, ഇതൊക്കെ അറിയാവുന്ന, നല്ലതുപോലെ ഖുർആൻ വെച്ച് ചികിത്സിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന ഇജാസത്തൊക്കെ കിട്ടിയ ആളുകളുണ്ട്. അൽഹംദുലില്ലാ. അവരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ താത്താമാരുണ്ട്, കുറെ കാക്കാമാരുണ്ട്, മുറിക്കാനും ചവച്ചിങ്ങനെ നിൽക്കുക. അവരടുക്കലേക്ക് പോയിട്ട് പറയാ, സങ്കടവാ ഉസ്താദേ, സങ്കടവാ, വിഷമവാ പറയണ്ട, അവരല്ലാത്ത അവസ്ഥ അല്ലേ. എന്റെ പ്രിയമുള്ള, അള്ളാഹുവിനോട് പറ, നിന്റെ റബ്ബിനോട് പറ. അത് നമുക്ക് പറ്റൂല. നമുക്ക് അള്ളാഹുവിനോട് പറയാനാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല. പക്ഷെ മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ഉഷാറാണ്. എന്റെ പ്രിയപ്പെട്ടവരാരും നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഇത് അല്ലാഹു തആല എനിക്ക് തന്നതാണ്. ഒരു പക്ഷേ നമുക്കൊരു പെട്ടെന്നുണ്ടെങ്കിൽ ഒരു രോഗം തന്നു, ഒരു വിഷമം തന്നു, ഒരു പ്രയാസം തന്നു. അപ്പൊ എന്താ ചിന്തിക്കേണ്ടത്? നല്ലൊരു മുസ്ലിം ആണെങ്കിൽ എന്താ ചിന്തിക്കേണ്ടത്? ഉടനെ ഇറങ്ങി അപ്പുറത്തോ, എനിക്ക് അപ്പുറത്ത് ഐഷാത്ത എന്തോ ചെയ്ത്, അവൾ ഇന്നലെ വീട്ടിൽ പോയപ്പോ എന്റെ മോക്ക് നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളായിരിക്കും, ആ പഠിക്കുന്ന മോള് പെട്ടെന്ന് അങ്ങ് ചായ പോയി, പെട്ടെന്ന് പഠിക്കാതായി. അപ്പൊ എന്താ
എന്താ പറയാ, ഐഷാത്ത കണ്ണീർ വിട്ടതാട്ടാ, ഐഷാത്ത എന്തോ വെള്ളത്തിക്കലേക്ക് കൊടുത്തു എന്ന് അവരെ കൂടെ പറഞ്ഞ് ആ തെറ്റ് ചെയ്യാത്തവരെ കൂടെ തെറ്റിയിപ്പിക്കുന്ന ആളാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തക്ക് ഇത് അള്ളാഹു നിന്നാണ് ഉണ്ടായത് എന്നും ഒരു ചിന്ത നമുക്കുണ്ടാവണം. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ നമ്മൾ ആരും ചെയ്യാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം കരഞ്ഞ് ദുആ ചെയ്ത് എത്ര പേരുണ്ട്? എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എങ്ങനെ? നമ്മൾ ഒരാളോട് പോയി ഒരു സഹായം ചോദിക്കാം. പലരും പറയുന്ന കാര്യം, ഉസ്താദേ നമ്മൾ ദുആ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു, ഇന്നേ വരെ എന്റെ പടച്ചോൻ എന്നെ കേട്ടിട്ടില്ല. അത് കേൾക്കാത്തതല്ല, കാരണം നമ്മുടെ ദുആ ഇന്നേ വരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റിയ പവറുള്ള ദുആ ആയിട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുമായിരുന്നു, സഹാബ, ഏത് വേദനയുണ്ടെങ്കിലും ഏത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ ഈ രണ്ട് കരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് നിറകണ്ണുകളോടെ കരന്നുകൊണ്ട് വിനയാനിതനായി ചോദിച്ചു കഴിഞ്ഞാൽ അത് തങ്ങന്മാരെ ചോദിക്കണമെന്നില്ല, അത് പള്ളിയിലെ ഉസ്താദ് ചോദിക്കണമെന്നില്ല, അത് വലിയ ശൈഖാവണമെന്നില്ല. മോളെ, നമ്മളെ കൊണ്ടും കരയുന്നതാണോ? നിന്റെ വീടിന്റെ കുസ്കാര റൂമിലേക്ക് കയറിയിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ടോ ആയിരിക്കുന്ന വുളുവോടുകൂടി കരയുന്ന മുഖത്തോടെ നിന്റെ റബ്ബിനോടൊന്ന് പറഞ്ഞാ, കടമാണ് തമ്പുരാന്, രോഗമാ തമ്പുരാന്, വേദനയാ തമ്പുരാന്, പ്രയാസമാ തമ്പുരാന്, നീ എനിക്ക് മാറ്റി തരണേ അല്ലാ എന്ന് ഇഖ്ലാസോടെ നിന്റെ റബ്ബിനോട് ദുആ ചെയ്താ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. കാരണം പൊന്നുമോനെ, പ്രവാചകന്റെ കാലഘട്ടത്തില് ഓരോ യുദ്ധങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. ബദറിന്റെ രണാകുളത്തിൽ എങ്ങനാ പ്രവാചകൻ വിജയിച്ചതോ, എങ്ങനാ മുത്ത് റസൂല് ബദർ വിജയിച്ച് കിടന്നു വന്നതോ, ആ ബദറിന്റെ രണാകുളത്തിൽ വെച്ച് ദുആ ചെയ്തത് കൊണ്ടല്ലേ. അങ്ങനെ എത്രയെത്ര പ്രയാസഘട്ടത്തിൽ, ആപൽഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് കരങ്ങൾ ഉയർത്തി ആകാശലോകത്തേക്ക്. പക്ഷേ ഞാനും നിങ്ങളും പ്രവാചകനെക്കാളും വലിയ ആളായി പോയല്ലോ. മനസ്സു തുറന്നിട്ട് നിന്റെ റബ്ബിനോടൊന്ന് ചോദിക്കാ. എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് സഹോദരാ? മോനെ, ഇവിടെ ചിന്തിക്കേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിനക്കൊരു ദുഃഖം വരുമ്പോ മാത്രമല്ല റബ്ബിനോട് ചോദിക്കേണ്ടതോ. പലരും അങ്ങനെ കരുതിയിരിക്കുകയാണോ, ക്യാൻസർ വന്നാൽ, ട്യൂമർ വന്നാൽ, അല്ലെങ്കിൽ കിഡ്നി ഫെയിലായാൽ, അല്ലെങ്കിൽ പരീക്ഷ കടന്നു വന്നാൽ, അല്ലെങ്കിൽ കടം കൂടിക്കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം ഒരു പടച്ചവനോടൊരു വെറൈറ്റി സ്നേഹം. അങ്ങനത്തെ സ്നേഹം അല്ലാഹ്ക്ക് വേണ്ടടോ. അല്ലാഹ്ക്ക് അങ്ങനത്തെ സ്നേഹം വേണ്ട. നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ വേദനയിലും നിന്റെ സുഖത്തിലും നിന്റെ റബ്ബിനെ ഓർത്താർ. ഇന്നല്ലാഹ മഅനാ, നിന്റെ റബ്ബ് നിന്നോടൊപ്പമായിരിക്കുമടോ ഏത് സമയത്തും. അങ്ങനാണ് മനുഷ്യരുടെ അവസ്ഥ. ചിന്തിച്ചോക്ക്, എന്തെങ്കിലും സന്തോഷം വരുമ്പോ മാത്രം നമ്മൾ ആരെ ഓർക്കൂല. നമ്മൾ ഞാനും എന്റെ വീട്ടുകാരും മാത്രം മതി. പക്ഷെ ദുഃഖവും പ്രയാസം വന്നാലോ നമ്മൾ എല്ലാവർക്കും പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിനോട് നാം ചോദിക്കേണ്ടത് എപ്പോഴും റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹുവേ, പടച്ചവനെ, എന്റെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണയല്ല, എന്റെ സങ്കടങ്ങളൊക്കെ നീ മാറ്റിത്തരണയല്ല എന്ന് ഒരു ദിവസമെങ്കിലും ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അത് എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു രോഗമില്ല, പോട്ടെ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല മരിക്കുന്ന കാലം വരെ ഒരു മാരക രോഗവും നമ്മുടെ ശരീരത്തിൽ തരാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന 2 കാര്യം, നിങ്ങൾ എപ്പോൾ ദുആ ചെയ്താലും 2 ദുആ എപ്പോഴും അല്ലാഹുവിനോട് ചെയ്യണം. 2 കാര്യം, നിങ്ങൾ 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴാകട്ടെ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടിയുള്ള 2 ദുആ. ഒന്ന്, അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്ന കാലം വരെ എന്റെ ശരീരത്തിൽ ഒരു മാരക രോഗം നീ തരല്ല റബ്ബേ എന്നും എപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ കഴിയണം സഹോദര. 1. 2, അല്ലാഹുവേ, എന്റെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. കാരണം ഈ 2 കാര്യമായി ഇന്ന് എല്ലായിടത്തും എന്റെ പ്രിയമുള്ളവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു
ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്റെ പൊന്നുമോനെ ചങ്കാണ്, ചങ്ങായിയാണ്, എല്ലാമാണെന്ന് പറയുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേണ്ടി വരും, ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് രോഗങ്ങളുടെ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. പലതരത്തിലുള്ള വേദനകളും രോഗങ്ങളും ഒന്നിന് പിറകെ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും അറിയാത്തോണ്ടാണ്. നമുക്ക് എന്തറിയാം? ഞാൻ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് എന്തറിയാം? നമുക്കൊന്നും അറിയൂല. നമുക്ക് അൽഹംദുലില്ലാഹ് 3 നേരം ഫൈസൽ ദാരിമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കഥ പറയാം. എന്റെ വാത് കേൾക്കുന്ന ഒരുപാട് പാവങ്ങൾ ഒരു പക്ഷിട്ടുണ്ടാകും. വീടിനകത്ത് നല്ലതുപോലെ ആഹാരം കഴിക്കാതെ, നല്ലതുപോലെ ഒരു നല്ല ആഹാരം കഴിക്കാതെ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മമാരുണ്ടാകാം. പക്ഷേ അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം 3 നേരം സുഭിക്ഷമായ ഭക്ഷണം, നല്ല ജീവിതം. പക്ഷേ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പാവങ്ങൾ ഉണ്ടാകുമല്ലോ സഹോദരങ്ങളെ. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വാരിക്കോരി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ച് നമ്മുടെ റബ്ബിനോട് ഒരു നന്ദി നമ്മൾ കാണിക്കുന്നില്ല സഹോദര. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിനെ ഒരു സമയത്ത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും ഒരു സ്നേഹം, പടച്ചവനോട് ഒരു പ്രണയം, ഒരു ഇഷ്ടം, ഒരു ഹുബ്ബ് അള്ളാഹുവിനോട് നാം എപ്പോഴും വെച്ചു കഴിഞ്ഞാൽ, അതല്ലേ പറഞ്ഞത് പ്രവാചകൻ, നിങ്ങൾ അള്ളാഹുമായിട്ട് ഒരു മുഴമെടുത്താൽ, ഒരു ചാനെടുത്താൽ 10 ചാൻ അള്ളാഹു നമ്മുടെ അടുക്കലേക്ക് എടുക്കും. നമ്മൾ 10 മുഴമെടുത്താൽ ഒരു 100 മുഴം അള്ളാഹു താല നമ്മളിലേക്ക് എടുക്കും. സഹോദര, ഈ മുഹിയുദ്ദീൻ ശൈഖ് എങ്ങനെയാ മുഹിയുദ്ദീൻ ശൈഖ് ആയത്? നമ്മൾ ചില ആളുകൾ ഒരു ധാരണ ഉണ്ട്, ഈ മുഹിയുദ്ദീൻ ശൈഖ് മമ്പുറന്തങ്ങളും ശംസുൽ ഉലമ ഇവരൊക്കെ നമ്മളെപ്പോലെ ഒരു ഉമ്മ പ്രസവിച്ച മകന്റെ മക്കളല്ലേ, നമ്മളെപ്പോലെ മനുഷ്യരല്ലേ. പക്ഷേ അവരൊന്നും മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ കൈവക്കയിട്ട് അല്ലാഹുവേ നീ മഴ തരണേ അല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മഴ കൊടുക്കും. അല്ലാ ഈ മനുഷ്യന്റെ രോഗം നീ മാറ്റണേ അല്ല എന്ന് ശംസുൽ ഉലമ അവിടെ തലയെ കൈവച്ച് പറഞ്ഞ രോഗം മാറും. അല്ലാഹുവേ അറ്റിപ്പറ്റ ഉസ്താദ് പടച്ചവനെ അവിടത്തെ കബടം നീ വിശാലമാക്കണേ അല്ല, അവിടത്തെ പടച്ചവനെ അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കണേ അല്ല. അവരൊക്കെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും അത് അപ്പയെ ഭരിക്കും. എന്തുകൊണ്ട്? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അവർ അല്ലാഹുമായിട്ട് അടുത്തു, അവർ അല്ലാഹുമായിട്ട് അടുത്തപ്പോഴാണ് അവർ ഔലിയാക്കളായി മാറിയത്. എനിക്കുമാകാൻ പറ്റും ഒരു ഔലിയ, നിങ്ങൾക്കുമാകാൻ പറ്റും പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ അല്ലാഹുമായിട്ട് നമ്മുടെ അടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമായിട്ട് എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ബന്ധം നമുക്കുണ്ടാവണം. നമുക്കിന്ന് ഇല്ലാണ്ട് പോകുന്നതും അതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പടച്ചതമ്പുരാനും എന്ത് വിഷമം വന്നാലും, ഏത് സന്തോഷം വന്നാലും, ഏത് പ്രയാസം വന്നാലും അല്ലാഹുവിനെ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക സഹോദരാ. അതുകൊണ്ട് ഈ കാര്യത്തിൽ 6ാമത്തതോ നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്ന് നമ്മൾ വിശ്വസിക്കലാണോ. അതുകൊണ്ട് ഒരു നല്ല മുസ്ലിമിന് വേണ്ടിയുള്ള 1ാമത്തെ ക്വാളിറ്റിയും അതാണോ. ഞാനും നിങ്ങളും പേരുകൊണ്ട് മുസ്ലിം എന്നാണോ, പേരുകൊണ്ട് അബൂബക്കർ എന്നാണ്, ഉമർ എന്നാണ്, ഫൈസൽ എന്നാണ്, സിറാജ് എന്നാണ്, കബീർ എന്നാണോ. പക്ഷേ കർമ്മം കൊണ്ട് നമ്മൾ മറ്റാരോ ആയി കടന്നു പോവുകയാ. അല്ല ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അചഞ്ചലമായി വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ 1ാമത് പറഞ്ഞത് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് നാം എന്റെ പ്രിയപ്പെട്ടവരെ അചഞ്ചലമായി വിശ്വസിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ വിശ്വസിക്കൂലേ? അപ്പൊ ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു കടം വന്നാൽ അപ്പുറത്തെ വീട്ടുകാരെ നോക്കിയിട്ട് അല്ലാഹുവേ അപ്പുറത്തെ സബൂറാക്ക് അല്ലാഹു തആല നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ പടച്ചോനെ. ഞാനാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നു, 3 മണിക്ക് തണുപ്പത്ത് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ ഒളു എടുത്തിട്ട് വന്ന് നിസ്കരിക്കുന്നു. എനിക്ക് കടവും വേദനയും പ്രയാസമാണല്ലോ അല്ലാ എന്ന് പറയരുത് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ വേദനകളും പ്രയാസങ്ങളും തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാത്തത്. ഞാൻ ഒരുപാട് പാപങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ. അപ്പൊ അവിടെയൊക്കെ സങ്കടം ഞാൻ പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ പാപങ്ങളുടെ സങ്കടം എന്ന് പറയുന്നത് അല്ലാ നമുക്കൊന്നുമില്ലല്ലോ പടച്ചോനെ. നമ്മൾ നമ്മുടെ മതിൽക്കെട്ടിന്റെ അപ്പുറത്തുള്ളവരെ നോക്കും, ഇപ്പുറത്തുള്ളവരെ നോക്കുമ്പോ അല്ലാ അവിടെയൊക്കെ ജീവിതം കാണുമ്പോൾ വല്ലാത്ത കൊതിയാണ്. എനിക്കിതൊന്നുമില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകണമെങ്കിൽ ആരൊക്കെയായിരുന്നു?
ഈ ലോകം ചിന്തിക്കണം. നിങ്ങൾ ഒരു പാവപ്പെട്ടവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനാണ് ഞാൻ ഈ പറയാ. ഈ ലോകത്തിൽ കോടീശ്വരനാകണമെങ്കിൽ ആരാകണമായിരുന്നു? മദീനയുടെ പ്രവാചകനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനാകണമായിരുന്നല്ലോ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു വേളയില് ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് വേദനിക്കണ്ട, അങ്ങ് പ്രയാസപ്പെടണ്ട. ആ കാണുന്ന രണ്ട് വലിയ പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങൾ സ്വർണ്ണ സമാനമായി ഞാൻ സ്വർണ്ണ സമാനമാക്കി തരാ എന്ന് പ്രവാചകനോട് പറയുന്ന സമയത്ത് കാരുണ്യത്തിന്റെ തിരുദൂതര് പറയുകയാണ്, വേണ്ട ജിബ്രീൽ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമത്നി മിസ്കീനാ പണത്തിന്റെ പിറക്കെ പരക്കം പായുന്ന സഹോദര, പണം 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 ഏത് രീതിയിലാണെങ്കിലും ഹറാമാകട്ടെ ഹലാലാകട്ടെ, ഒരുത്തന്റെ കഴുത്ത് ചിന്തിക്കാകട്ടെ, കഞ്ചാവ് വിറ്റിട്ടാകട്ടെ, 4 പേരെറിയുന്ന പണക്കാരനാകണമെന്ന് തെമ്മാടിത്തരത്തിന്റെ ജീവിതമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് പണത്തിന്റെ പിറകെ പോകുന്ന സഹോദരാ സഹോദരി, പ്രവാചകന്റെ ചരിത്രം പഠിക്കണോ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരായ ജീവിക്കാനെന്നറിയുമോ? പാവപ്പെട്ടവനിൽ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ആരെങ്കിലും മദീനയിലെ ഏറ്റവും പാവപ്പെട്ടവൻ ആരെന്ന് ചോദിച്ചാ അത് എന്റെ പേര് പറയണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നതോ? ഞാനും നിങ്ങളുമാണെങ്കിൽ തിരിച്ചല്ലേ ആ പ്രവാചകന്റെ താഴെ ഉമ്മത്തായി ജീവിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് എന്താണ്? നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാനാകണം, എനിക്ക് പട്ടുമെത്ത വേണം, എനിക്ക് ശീതീകരിച്ച കൊട്ടാരം വേണം, എനിക്ക് വലിയ വാഹനങ്ങൾ വേണം, എനിക്ക് സുഖാഡംബരത്തിന്റെ പരദീസ വേണം, ഈ ഭൂമിയുടെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ എനിക്ക് സ്വർഗം പണിയണമെന്ന ഒരു മോഹമായിട്ടല്ലേ ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തുകൂടെ തീരാത്ത സ്വപ്നവുമായി നടന്നു പോകുന്ന സഹോദരാ. എന്നാലാ പുണ്യപ്രവാചകൻ പറഞ്ഞത് തിരിച്ചായിരുന്നതോ? കാരണം പ്രവാചകനറിയാം, നാളെ പടച്ചിടം തൊരാന്റെ പരലോകത്ത് ചെന്ന ആരാരും കടന്നു വരാത്ത മഹ്ശറ ലോകത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാൽ പടച്ചവനെ നമ്മുടെ കാല് അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ചലിപ്പിക്കാൻ കഴിയാത്ത ആ പരലോകത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ദുനിയാവിൽ അല്ലാഹു തആല നൽകിയ സമ്പത്തിനെ പറ്റിയും സമയത്തിനെ പറ്റിയും ചോദിച്ചിട്ടല്ലാതെ ഒരാളെ പോലും അല്ലാഹു തആല അപ്പുറത്തേക്ക് കടത്തിവിടൂല. നല്ലതുപോലെ അറിയുമായിരുന്നു. കാരണം സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന പ്രവാചകന്റെ പേരാണ് മഹാനായ ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം. പൊന്നുമോനെ, സ്വർഗത്തിന്റെ അവസാനം കിടക്കുന്ന പ്രവാചകൻ എന്ത് കാരണം കൊണ്ടെന്നറിയോ? പൊന്നുമോനെ ചിന്തിക്കടോ. പണമാണ് വലുത്, പണമാണ് വലുതെന്ന് ചിന്തിക്കുന്നവരോട് എന്തുകൊണ്ടാണ് മഹാനവറുകളോ മഹാനായ സുലൈമാൻ നബിക്ക് അവസാനം കിടക്കേണ്ടി വന്നത്? കാരണം ഒരുപാട് സമ്പത്ത് അല്ലാഹു തആല കുന്നോളം കൊടുത്തിരുന്നു, ഒരുപാട് പൈസ കൊടുത്തിരുന്നു, ഈ ലോകത്തിന്റെ അധികാരം തന്നെ കൊടുത്തിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചിട്ടല്ലാതെ സുലൈമാൻ നബിയെ സ്വർഗത്തിൽ കിടത്തൂല.